പണ്ടൊരിക്കൽ അത്ലറ്റിക്കോ മാഡ്രിഡിനായി കളിച്ചു എന്നത് ഒരിക്കലും എന്നെ റയലിനു വേണ്ടി കളിക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകൾ ഓഫർ നൽകുമ്പോൾ നിങ്ങൾക്കത് അത്ര പെട്ടെന്ന് നിരസിക്കാനാവില്ല. ബെർണബ്യൂവിൽ കളിക്കുക എന്നത് ഒരു അനുഭൂതിയാണ്. 2 ആഴ്ച മുമ്പ് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് മിഡ്ഫീൽഡർ റോഡ്രി പറഞ്ഞ വാചകമാണിത്. റയലിലേക്കുള്ള ഒരു കൂടുമാറ്റം പ്രതീക്ഷിക്കാമോ എന്നുള്ള അവതാരകന്റെ ചോദ്യത്തിന് യാതൊരു ആലോചനയും കൂടാതെ താരം നൽകിയൊരു മറുപടി. എന്തെല്ലാമോ മനസ്സിലുറപ്പിച്ച പോലുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ റിപ്ലൈ. 2019 ജൂലൈയിലാണ് ക്ലബിൻ്റെ അന്നത്തെ റെക്കോർഡ് തുകക്ക് പെപ് ഗാർഡിയോള അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും ഒരു സ്പാനിഷ് താരത്തെ ടീമിലെത്തിക്കുന്നത്. റോഡ്രിഗോ ഹെർണാണ്ടസ് കാസെൻഡ എന്ന ഒരു 23-കാരൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ. പിന്നീട് അങ്ങോട്ട് പെപ്പിൻ്റെ സിസ്റ്റം പലപ്പോഴും അയാളെ ചുറ്റിപ്പറ്റിയായിരുന്നു. അറ്റാക്കിനും ഡിഫൻസിനും ഇടയിൽ ഒരു പാലമായി പെപ് ടാറ്റിക്സിന്റെ കേന്ദ്രബിന്ദുവായി അയാൾ അതിവേഗം വളർന്നു. ലോകോത്തര ഇതിഹാസങ്ങൾ പലരും അയാളുടെ കളിശൈലിയെ വാനോളം പുകഴ്ത്തി. സോഷ്യൽ മീഡിയ അയാളെ പല ഇതിഹാസങ്ങൾക്കുമൊപ്പം പ്രതിഷ്ഠിച്ചു. സ്പാനിഷ് ദേശീയ ടീമിലും അയാൾ അങ്ങനെ അവിഭാജ്യ ഘടകമായി മാറി. സർവത്ര മേഖലയിലും തിളങ്ങി കരിയറിന്റെ പീക്ക് ഫോമിൽ നിൽക്കുന്ന കാലത്ത് അയാളെ തേടി ഒരു ബഹുമതി എത്തി. അയാളുടെ കരിയർ ഗ്രാഫിനെ കുത്തനെ മുകളിലേക്ക് ഉയർത്തിയ ഒരു ദിവസം 2024 ബാലൻഡിയോർ. ഒരു ഫുട്ബോൾ താരത്തിന് അയാളുടെ കരിയറിൽ നേടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വ്യക്തിഗത ബഹുമതികളിലൊന്ന്. ലോക ഫുട്ബോളിന്റെ നെറുകയിൽ ആ വിശ്വ പുരസ്കാരം നേടി അയാൾ അങ്ങനെ നിന്നപ്പോൾ ഗോളടിക്കാരുടെ കുത്തകയായ ബാലൻഡിയോറിൽ ഒരു മിഡ്ഫീൽഡർ തീർത്ത അണ്ടർഡോഗ് സ്റ്റോറിയായി മാധ്യമങ്ങൾ അതിനൊരു തലക്കെട്ട് ചാർത്തി. പക്ഷേ വിനീഷ്യസ് ജൂനിയർ നേടുമെന്ന് ഉറച്ച, അല്ലെങ്കിൽ ഭൂരിപക്ഷം ഫുട്ബോൾ ആരാധകരും പ്രതീക്ഷിച്ച ആ അവാർഡ് എന്തിന് റോഡ്രിക്ക് നൽകിയെന്ന ചോദ്യം അന്ന് ഉയർന്നു. ഇന്നും കെട്ടടങ്ങാത്ത, അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്ത ഉത്തരം മാത്രം ലഭിച്ച ഒരു ചോദ്യം. ആ ഒരു അവാർഡ് മാഡ്രിഡുകാരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന റോഡ്രിയുടെ ചിത്രമാകെ മാറ്റി വരച്ചു. അതിന് എരിവ് പകരുന്ന ഒരു സംഭവം കൂടി പിന്നീട് അരങ്ങേറി. എത്തിഹാദിൽ നടന്ന റയൽ സിറ്റി മത്സരത്തിൽ സിറ്റി ആരാധകർ വിനിയെ പ്രകോപിപ്പിക്കാൻ ഒരു ടിഫോ ഇറക്കി. ഗാലറിയിൽ ഉണ്ടായിരുന്ന റോഡ്രി ആകട്ടെ തൻ്റെ ഫോണിൽ അതിനൊരു ചിത്രം പകർത്തുകയും ചെയ്തു. എരിത്തിയിൽ എണ്ണ ഒഴിച്ചതുപോലെയായിരുന്നു അത്. മാഡ്രിഡുകാർക്ക് റോഡ്രി ഒരു വില്ലനായി മാറി. മുമ്പ് അയാളെയും റയലിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് പുറത്തു വന്നിരുന്ന ട്രാൻസ്ഫർ വാർത്തകളിൽ സന്തോഷിച്ചിരുന്നവർ ഒക്കെയും മുഖം കറുപ്പിച്ചു തുടങ്ങി. റോഡ്രിയെ ഒരിക്കലും റയലിൻ്റെ വെള്ളക്കുപ്പായം ഇടിക്കരുതെന്ന് പോലും സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വന്നു. അങ്ങനെ ദീർഘകാലം കെട്ടടങ്ങിയ ആ ട്രാൻസ്ഫർ ചർച്ചയാണ് ഇപ്പോൾ വീണ്ടും തലപൊക്കി വരുന്നത്. ടോണി ക്രൂസിനൊരു പകരക്കാരൻ. റയലിൻ്റെ 2 വർഷമായുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഡച്ചും ജർമ്മനും ഇംഗ്ലീഷുമായി പല പേരുകൾ കഴിഞ്ഞ വിൻഡോകളിലൊക്കെയും ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ അവയൊന്നും റയലിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരമായി മാറിയിട്ടില്ല. 2018 ക്രിസ്ത്യാനോ റൊണാൾഡോ പണിയിറങ്ങിയതിനു ശേഷം പകരക്കാരനെ തിരഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയിലാണ് അവർ ഇപ്പോഴും ഉള്ളത്. ആ കൂട്ടത്തിലേക്കാണ് റോഡ്രിയുടെ പേര് വീണ്ടും ഉയർന്നു വരുന്നത്. പരിക്കിൽ നിന്നും പൂർണ്ണമായി മോചിതനായ താരം ഇപ്പോൾ സിറ്റി കുപ്പായത്തിൽ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ടീം പരിശീലകൻ ലാഫുവെൻ്റെ തൃപ്തിപ്പെടുത്തി ലോകകപ്പ് ടീമിൽ ഇടമുറപ്പിക്കുക എന്നതാണ് താരത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. ട്രാൻസ്ഫർ വാർത്തകൾ ഉയർന്ന പല സാഹചര്യങ്ങളിലും അതിനെയൊക്കെ നിരസിച്ച താരം പക്ഷേ അടുത്തിടെ നൽകിയ പല അഭിമുഖങ്ങളിലും തൻ്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട സൂചനകളാണ് നൽകുന്നത്. ബെർണബ്യൂവിൽ കളിച്ചപ്പോൾ തോന്നിയ അനുഭവവും മറ്റുമെല്ലാം പങ്കുവച്ച താരം എന്നെങ്കിലും അവിടെ റയലിനായി കളിക്കണമെന്ന തൻ്റെ ആഗ്രഹവും വ്യക്തമാക്കിയിട്ടുണ്ട്. 2027 സമ്മർ വരെയാണ് നിലവിൽ റോഡ്രിക്ക് സിറ്റിയുമായി കരാറുള്ളത്. അത് പുതുക്കാനുള്ള നീക്കങ്ങൾ ഒരറ്റത്ത് സിറ്റി നടത്തുന്നുമുണ്ട്. ഒരു ദീർഘകാല കരാർ ഒപ്പിടിച്ചു വെക്കുക. ഇനി തൻ്റെ താല്പര്യം പോലെ താരം ടീം വിട്ടാൽ റിലീസ് ക്ലോസ് ഇനത്തിൽ നല്ലൊരു തുക വാങ്ങിയെടുക്കുക. സിറ്റിയുടെ ട്രാൻസ്ഫർ പ്ലാൻ കൃത്യവും വ്യക്തവുമാണ്. പെപ്പിൻ്റെ പടിയിറക്കമുണ്ടാക്കാൻ സാധ്യതയുള്ള ആഘാതം മുന്നിൽ കണ്ട് പുത്തനൊരു സ്ക്വാഡ് പടുത്തുയർത്താനുള്ള നീക്കമാണ് സിറ്റി നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ബെർണാഡോ സിൽവ പോലും ടീം വിടാൻ ഒരുങ്ങുന്നത്. എന്നാൽ റയലിലേക്കുള്ള റോഡ്രിയുടെ വരവ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രധാന കാരണം താരത്തിൻ്റെ പ്രായം തന്നെയാണ്. അടുത്ത ജൂണിൽ 30 തികയുന്ന താരത്തെ തങ്ങളുടെ റഡാറിലേക്ക് പെരസ് പരിഗണിക്കാനുള്ള സാധ്യത വിദൂരമാണ്. അതിനു പുറമെ താരം ഒരു ഇഞ്ചുറി പ്രോണായി മാറിയോ എന്ന സംശയവും നിലനിൽക്കുന്നു. ബാലൻഡിയോർ വീശിയതിനു ശേഷം മാഡ്രിഡ് ആരാധകർക്ക് താരത്തിനുള്ള മനോഭാവത്തിൽ വന്ന മാറ്റവും പെരസ് ഒരുപക്ഷെ മാനദണ്ഡമാക്കിയേക്കാം. അതുകൊണ്ട് മാഡ്രിഡ് നഗരത്തിൽ നിന്നുമുള്ള റോഡ്രിക്ക് ലോസ് ബ്ലാങ്കോസ് കുപ്പായം അണിയുക എന്നത് പെട്ടെന്ന് നേടിയെടുക്കാവുന്ന ഒരു സ്വപ്നമല്ല. ചെൽസിയിൽ താൻ ഹാപ്പിയാണെന്നും റയലിലേക്ക് വരാൻ പ്ലാനില്ലെന്നും അടുത്തിടെ മോയിസസ് കൈസഡോ പറഞ്ഞിരുന്നു. തൻ്റെ ട്രാൻസ്ഫർ പ്ലാനുകളെ പറ്റിയെല്ലാം ലോകകപ്പിന് ശേഷം പറയാമെന്നായിരുന്നു റയലിനെ ചുറ്റിപ്പറ്റി ഉയർന്ന പേരുകളിലൊന്നായ എൻസോ ഫെർണാണ്ടസിന്റെ മറുപടി. റോഡ്രി അങ്ങനെയൊന്നും വിട്ടു പറഞ്ഞിട്ടില്ലെങ്കിലും റയലിനോടുള്ള താരത്തിന്റെ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്രൂസിന്റെ പകരക്കാരനായി റയൽ റോഡ്രിയെ കൊണ്ടുവരുമോ, അതോ മുമ്പ് പറഞ്ഞു കേട്ടതോ കേൾക്കാത്തതോ ആയ മറ്റു പല പേരുകളിലേക്കും റയൽ തിരിയുമോ? കാത്തിരുന്നു കാണാം.